ഹലോ ഗൈസ്, എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രം ലുലു മാളിൽ വെച്ച് നടക്കുന്ന പെറ്റ് കാർണിവലിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമുക്കപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഇവിടുന്ന് നമുക്ക് രണ്ട് രീതിയിൽ ടിക്കറ്റ് എടുക്കാം. ഒന്ന് നമുക്ക് ഇവിടുന്ന് QR കോഡ് വെച്ചിട്ട് നമുക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്യാഷ് ആയിട്ട് കൊടുക്കാം. ഒരു ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 150 രൂപയാണ്. ഈ ലുലു മാളിൻ്റെ ഇവിടുത്തെ ഈ പെറ്റ് കാർണിവൽ വന്നിട്ട് മെയ് 2, 3, 4 എന്ന തീയതിയിലാണ്. ഇത് ഇവിടുത്തെ രണ്ടാമത്തെ എഡിഷനും കൂടിയാണ് ഈ ലുലു മാൾ ഇവിടെ അവർ പെറ്റ് കാർണിവൽ ഇവിടെ നടത്തുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് പാൽത്തു ജാൻവർ എന്നാണ്. പിന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാണുന്നത് കുറേ പാരറ്റ്സ്, അങ്ങനത്തെ ടൈപ്പ് കുറേ കിളികളെയാണ് നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. ഇവിടെയുള്ള കുറച്ച് പെറ്റ്സിനെയൊന്നും നമുക്കിവിടെ ടച്ച് ചെയ്യാൻ അലൗഡ് അല്ല. ബാക്കി എല്ലാ പെറ്റ്സിനെയും നമുക്കിവിടെ നിന്ന് ടച്ച് ചെയ്യാം. നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ലവ് ബേർഡ്സിനെയും പാരറ്റ്സിനെയൊക്കെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഈ പെറ്റ് കാർണിവലിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മളിവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് വാക്സിൻ ചെയ്യാം. പിന്നെ നമുക്ക് തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ ഈ പെറ്റ്സിനൊക്കെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതല്ല, നമുക്ക് പെറ്റ്സിനെ വാങ്ങിക്കാനാണെങ്കിൽ ഇവിടെ നല്ല ഇനം പെറ്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹസ്കിയും പിന്നെ നല്ല പേർഷ്യൻ ക്യാറ്റ്സൊക്കെ ഇവിടെ നല്ല അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ഹസ്കിയുടെ കുട്ടിക്കൊക്കെ ഇവിടെ തന്നെ റേറ്റ് ചോദിച്ചപ്പോഴത്തേക്കും 39,000-40,000 രൂപയ്ക്കാണ് ഇവിടുത്തെ റേറ്റ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ പ്രാവിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അത് നല്ലൊരു കാഴ്ചകളായിരുന്നു. ഈ പ്രാവിൻ്റെ സെക്ഷൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ തൊട്ടടുത്ത് ഒരു മുയലിനെയും കാണാം. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ പെറ്റ്സിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും പെറ്റ്സിന് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും നമുക്ക് ആ പെറ്റ്സിനെ വാങ്ങിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വന്നിട്ട് ഞാൻ പോയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് 12:30 മുതലാണ് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി അവർ എൻട്രി ഓപ്പൺ ആക്കിയത്. 12:30 ശേഷം നമുക്ക് 150 രൂപ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാവുന്നതാണ്. 5 വയസ്സിന് താഴെ ഉള്ളവർക്ക് ഇവിടെ ടിക്കറ്റ് അലൗഡ് അല്ല, ഫ്രീ ആണ്. അവർക്ക് ഫ്രീ ആയിട്ട് കയറി കാണാവുന്നതാണ്. കാഴ്ചകൾ കണ്ടതിന് ശേഷം തൊട്ടടുത്ത് വന്നത് പിന്നെ കുറേ പലയിനം പൂച്ചകളുടെ ഒരു സെക്ഷനാണ്. ഈ പൂച്ചകളൊക്കെ പലതും നല്ല ഈ ഓരോ മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടുള്ള പൂച്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് അവർ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആ കേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പൂച്ചകളൊന്നും നമുക്ക് ടച്ച് ചെയ്യാനോ അതിനുള്ള ഒരു പെർമിഷൻ ഇല്ല. നമുക്ക് ജസ്റ്റ് കാണാനും ഫോട്ടോ എടുക്കാനും മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ പൂച്ചയുടെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ചെറിയ റാമ്പ് വാക്ക് കാണാം. ഇവിടെ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് പെറ്റ്സിൻ്റെ ഒരു ഫാഷൻ ഷോ പോലത്തെ ഒരു രീതിയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് വേറെ കുറേ പട്ടികളുടെ സെക്ഷനാണ്.
അതൊരു നല്ലൊരു കാഴ്ചയാണ്. കാരണം എല്ലാ കൊച്ചു കൊച്ചു പട്ടിക്കുട്ടികളും നല്ല വെറൈറ്റി ഡോഗ്സിനെയൊക്കെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് കാണാം. ഞാൻ വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്ത ഈ ഒരു ഹസ്കിയാണ്. കണ്ടപ്പോൾ തന്നെ ഫ്രണ്ടിലോട്ട് ഓടി വന്ന് നമുക്ക് മസാജ് ചെയ്യാൻ തടവാനൊക്കെ വേണ്ടി നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നല്ലൊരു ഹസ്കി പട്ടിയാണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, തൊടാനും അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ വന്ന് തൊട്ട് തലോടിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളിന്ന് 3-ാം തീയതിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ 3-ാം തീയതി ഒരു വൈകുന്നേരം ടൈമിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിൽ നിന്നും ധാരാളം പെറ്റ്സിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്തായതുകൊണ്ട് കുറച്ച് പട്ടിക്കുട്ടികളും പൂച്ചയും മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങളിപ്പോൾ 3-ാം തീയതി വൈകുന്നേരമോ 4-ാം തീയതിയൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ പെറ്റ്സിനെയൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാവുന്നതാണ്. നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നമുക്കിവിടെ പെറ്റ്സിന് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പെറ്റ്സിനുള്ള ഫുഡ്, പിന്നെ ഒരു ലക്കി ഡ്രോ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് പപ്പീസിന് കിറ്റൻസിനൊക്കെ നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. പിന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ ഇഗ്വാനേനെയും പൈത്തണും പാരറ്റിനൊക്കെ കാണാം. ഇതിലൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. ഇതിലൂടെ ഒന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ആ പട്ടിക്കുട്ടികളുടെയും അതിൻ്റെയൊക്കെ ഉള്ളത്. ആ പട്ടിക്കുട്ടി വന്നിട്ട് ഹസ്കിയുടെ കുട്ടിയാണ്. ഇതിന് 40,000 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൻ്റെ മേളിൽ നിൽക്കുന്നത് നമ്മുടെ പോമറൈനാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ അത് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പോകാവുന്നതാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ എല്ലാ എക്സ്പോയിലൊക്കെ കാണുന്നത് പോലെ ഫർണിച്ചേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അവിടെ നമുക്ക് പിന്നെ കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള എല്ലാ ടോയ്സിൻ്റെയും വീട്ടിലാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ലുലു മാളിൻ്റെ അകത്തുള്ള പാൽത്തു ജാൻവറിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലി വിത്ത് ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ പാൽത്തു ജാൻവറും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.